ആക്ച്വലി യൂട്യൂബിൽ കൂടെ എത്ര കണ്ടന്റ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഒരുപാട് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു 1 to 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും വേറെ പുതിയതും പഴയതുമായിട്ടുള്ള പല പല ചാനലുകളിൽ ഈ സെയിം കണ്ടന്റ് വെച്ചിട്ട് ചെറിയ രീതിക്കൊക്കെ കാര്യങ്ങൾ മാറ്റിയിട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മണിക്കൂറുകളോളം നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന്, അത് ഏത് മൊഡ്യൂളും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ജിനൂസ് അക്കാഡമിയുടെ ചാനലിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പോണത്. ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി റീഡിങ്ങിന്റെ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് റീഡിങ്ങിലും ലിസണിങ്ങിലും ആണ് എന്ന് നമ്മൾ 4 മൊഡ്യൂൾസിലും എല്ലാ ആഴ്ചയും വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് റീഡിങ്ങിന്റെ പാർട്ട് സി ആണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് റീഡിങ്ങിന്റെ പാർട്ട് സി കാണുമ്പം തല കറങ്ങി വീഴും അല്ലെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. കാരണം റീഡിങ്ങിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവണം, അല്ലേ? ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. നമ്മൾ പറയും നല്ലൊരു സിനിമയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പകുതിക്ക് വരുമ്പോൾ ഉറക്കം വരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ റീഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് തന്നെയാണ്, അല്ലെ? ആ ഒരു സബ്ജക്റ്റിനെ പിള്ളേരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിപ്പിക്കുക, അല്ലെ? അല്ലെങ്കിൽ ആ പിള്ളേർക്ക് അത് ഈസി ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, ഒരു മടുപ്പില്ലാതെ ആ ഒരു സെഷൻ തീരുന്നോടം വരെ പിള്ളേരെ ഇരുത്തുക എന്ന് പറയുന്നത് ഒരു ട്രെയിനറുടെ കഴിവ് കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജിനൂസ് അക്കാഡമിയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് റീഡിങ്ങിന്റെ ട്രെയിനിങ് പോകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ പല പല എപ്പിസോഡുകളായിട്ട് കാണുന്നത്. ആക്ച്വലി യൂട്യൂബിൽ കൂടെ എത്ര കണ്ടന്റ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പല ചാനലുകളിലും ഇതേ കണ്ടന്റ് തന്നെ വെച്ച് ചെറിയ രീതിക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ സെയിം കണ്ടന്റ് വെച്ച് നമ്മൾ ഇപ്പോൾ ഒരു കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മണിക്കൂറുകളോളം നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന്, അത് ഏത് മൊഡ്യൂളും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ജിനൂസ് അക്കാഡമിയുടെ ചാനലിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പോണത്. അപ്പൊ അതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഒരുപാട് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു 1 to 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും വേറെ പുതിയതും പഴയതുമായിട്ടുള്ള പല പല ചാനലുകളിൽ ഈ സെയിം കണ്ടന്റ് വെച്ചിട്ട് ചെറിയ രീതിക്കൊക്കെ കാര്യങ്ങൾ മാറ്റിയിട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറെ ഫോളോ ചെയ്ത് അതേപോലെ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു കണ്ടന്റ് നമുക്ക് റിവീൽ ചെയ്യുമ്പം അത് നമുക്കൊരു ടെൻഷൻ. ഇതിപ്പോ എത്രത്തോളം പുറത്ത് പോകുന്നത് നമ്മുടെ ഒരു എഫേർട്ടാണ് ഈസി ആയിട്ട് മറ്റുള്ളവർ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കേണ്ട ഓരോ അരിമണിയിലും നമ്മുടെ പേര് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് കർത്താവ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എന്താണ്, നിങ്ങളാരും വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള കണ്ടന്റുകൾ തീർച്ചയായും ജിനൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. റീഡിങ് പാർട്ട് സി ചെയ്യുമ്പോൾ ഇൻഫറിങ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. പലരും അറിയണ്ടാവില്ല, അങ്ങനെ ഒരു ടൂൾ ഉണ്ട്. അപ്പം റീഡിങ്ങിന്റെ പാർട്ട് സേ ചെയ്യുമ്പോൾ ഇൻഫറിങ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ഫാക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഇൻഫറിങ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ്, ഇൻഫറിങ് എന്നൊരു ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്, എങ്ങനെ അത് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ അറിയണം? ഇൻഫറിങ് ടൂൾ എന്താണെന്ന് അറിയണം, ഫാക്ട് എന്താണെന്ന് അറിയണം, ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. അപ്പം ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റീഡിങ്ങിന്റെ പാർട്ട് സിയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. കുറച്ച് ടഫായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഞാൻ മാക്സിമം നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എക്സാമിന് എന്തായാലും വരും. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത എക്സാം ഇല്ല. അപ്പം അതുകൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ബിഗിനേഴ്സിനും റിപ്പീറ്റേഴ്സിനും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. മസ്റ്റ് നോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കുക. ഫൈൻ. അപ്പം ഒന്നുമില്ല,
നമ്മൾ ആക്ച്വലി ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. 3 അല്ല, കുറേ ടേംസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ജിനിമാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയന് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതായത് ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻ ടൈപ്പിനെ അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അറ്റോപ്പ് അത് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ അറ്റോപ്പ്, കാരണം അത് രണ്ടിനെയും കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് കൊണ്ടുപോവാം. ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും കൃത്യമായി ഞാൻ അതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. പക്ഷേ എനിക്കിഷ്ടം അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മനസ്സിലാക്കുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ കുറേ ഡിവിഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും, കൺഫ്യൂഷൻ കൂടും. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അറ്റോപ്പ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അറ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും. അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? പാർട്ട് സിയിൽ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റോപ്പ് ക്വസ്റ്റ്യൻസ്, അതെങ്ങനെയാണ് പാരഗ്രാഫിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫറിങ് എന്നുള്ളൊരു മെത്തേഡാണ്. ഇൻഫറിങ്. അപ്പം ഈ ഇൻഫറിങ് എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ഇൻഫറിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും അതുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് പറയാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ഇൻഫറിങ് എന്താണെന്ന് ചോദിച്ചാൽ ടു മേക്ക് എ കൺക്ലൂഷൻ യൂസിങ് ലോജിക്. അതായത് നമ്മുടെ ലോജിക് ഉപയോഗിച്ചിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുക. ഈ ലോജിക് ഉപയോഗിച്ച് കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതിന് റീസണിങ് പവറാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സെന്റൻസ് കാണുമ്പോൾ, ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലോജിക് ഉപയോഗിച്ചിട്ട് ആ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ മീനിങ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇൻഫറിങ്. സാധാരണ ഒരു ഗ്രാമറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടല്ലൊരു അനലൈസ് അല്ല ഇവിടെ നമ്മൾ അതിനും കൂടെ കുറച്ചും കൂടെ കടന്നിട്ട് റീസണിങ്ങും കൂടെ കൊടുക്കുക, ലോജിക്ക്. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് റീഡിങ്ങിന്റെ പാർട്ട് സി കുറച്ചും കൂടെ എളുപ്പമാകുന്നതാണ് എൻ്റെ വിശ്വാസം. ഇൻഫറിങ് ഇത് OET എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് റീഡിങ്ങിന്റെ പാർട്ട് സിയിലാണ് ഇൻഫറിങ്ങിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. റീഡിങ്ങിന്റെ പാർട്ട് സി. പാർട്ട് ബിയിൽ ഇൻഫറിങ്ങിന് പ്രാധാന്യം കുറവാണ്, കാരണം അവിടെ ഫാക്റ്റ് ആണ് പാർട്ട് ബിയിൽ റീഡിങ്ങിന്റെ. പക്ഷെ പാർട്ട് സിയിൽ വരുമ്പോൾ ഫാക്റ്റുകളും ഉണ്ട്, ഇതേപോലെ ഇൻഫറിങ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഈ പ്രശ്നം. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ടാക്കിൾ ചെയ്യാം. അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ലോജിക് ഉപയോഗിച്ചിട്ട് കൺക്ലൂഷൻ ചെയ്യുന്ന പരിപാടിയാണ് ഇൻഫറിങ്. ഇനി ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഞാൻ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇനി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ മതി. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഫീലിംഗ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീലിംഗ് ആൻഡ് ഇമോഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ ഇമോഷൻ ആയിട്ടോ ഫീലിംഗ് ആയിട്ടോ ബന്ധപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒപ്പീനിയൻ എന്താണ്? ഒപ്പീനിയൻ അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് എടുക്കാം. ജഡ്ജ്മെന്റ്, അഭിപ്രായം അല്ലെ? ഓരോരുത്തർക്ക് ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അത് പലരുടെയും ജഡ്ജ്മെന്റ് ആണ്. ഓരോരുത്തർക്ക് ഓരോ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അതിപ്പോ എന്റെ ജഡ്ജ്മെന്റ് ആയിരിക്കണം എന്നില്ല മറ്റൊരാളുടെ കണ്ണിലെ ജഡ്ജ്മെന്റ്. അപ്പം ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല, ഫീലിംഗ് ആണ്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയത്തില്ലേ, അത് അവൻ ഇമോഷണലായി സംസാരിച്ചു. അപ്പൊ ആ ഇമോഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവന്റെ നിലപാടിൽ മാറ്റം വരുമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ആ ഫീലിംഗും ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പം ഫീലിംഗും ജഡ്ജ്മെന്റും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയന്റെ വ്യത്യാസം ചെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഐഡിയ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഫാക്റ്റും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യം ക്ലിയർ ആവും എന്താണ് ഫാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 3 ടേംസ് നിങ്ങൾ മറക്കരുത് കേട്ടോ. അതായത് ഏതൊക്കെയാണ്? ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ഫാക്റ്റ്. ഈ 3 ടേംസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഉടനീളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടേംസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇൻഫറിങ്. ക്ലിയർ അല്ലേ? അപ്പം ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും ഫാക്റ്റും ഇൻഫറിങ്ങും. അപ്പോൾ ഇൻഫറിങ് എന്നുള്ളത് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. ആ ടൂള് ഞാൻ പറഞ്ഞു ലോജിക് ഉപയോഗിച്ചിട്ട് അല്ലെ റീസണിങ് പവർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യത്തെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതാണ് ഇൻഫറിങ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മൾ 3 രീതിയിലാണ്. ഒന്ന് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ഫാക്റ്റ്. ഇത് മനസ്സിലാക്കാനാണ്, ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ ഫാക്റ്റ് ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റീഡിങ്ങിന്റെ പാർട്ട് സിയിൽ ഫാക്ച്വൽ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാവും,
ഈ അറ്റോപ്പ് സെന്റൻസുകൾ ഉണ്ടാവും. അറ്റോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് അറ്റോപ്പ്? ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയ സെറ്റാണ് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ഫാക്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. അപ്പം നിങ്ങൾ 3 സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാം. ആദ്യത്തെ സെൻസ് ഞാൻ വായിക്കാം. ഓക്കെ, ഐ വോക്ക് അപ്പ് അറ്റ് 6 AM. അതിനുശേഷമുള്ള സെൻസ് നോക്കിയേ, ഐ ആം ഹാപ്പി ടു സേ ദാറ്റ് ഐ വോക്ക് അപ്പ് അറ്റ് 6 AM. ഇനി മൂന്നാമത്തെ സെൻസ് ഉണ്ടോ നിങ്ങൾ? ഐ വോക്ക് അപ്പ് അറ്റ് 6 AM ആൻഡ് ഐ ഗോട്ട് ഇനഫ് ടൈം ടു സ്റ്റഡി OET ത്രൂ ജിനൂസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പൊ 3 സെന്റൻസുകളാണ് അവിടെ കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ ഈ 3 സെന്റൻസുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല കാറ്റഗറിയിൽ വരുന്നതാണ്. നോക്കിയേ, ഇപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. സ്ക്രീനിലേക്ക് നോക്കുക. ഐ വോക്ക് അപ്പ് അറ്റ് 6 AM എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റ് ആണ്. അവിടെ ഫീലിംഗ് ഇല്ല, അവിടെ ജഡ്ജ്മെന്റ് ഇല്ല, അവിടെ ഒരു ഫാക്റ്റ് ആണ്. ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുത. എന്താണ് അപ്പൊ ഫാക്റ്റ്? സംതിങ് നോൺ ടു ബി ട്രൂ. സംതിങ് നോൺ ടു ബി ട്രൂ. അപ്പം ഐ വോക്ക് അപ്പ് അറ്റ് 6 AM അതൊരു നടന്ന കാര്യമാണ്. മാത്രമല്ല അതൊരു ഫാക്റ്റായി നിൽക്കുവാണ്. എനിക്ക് നടന്നൊരു കാര്യം, ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചു, കഴിഞ്ഞു. അവിടെ ഇപ്പൊ ഫീലിംഗ് ഒന്നും വരാനൊന്നുമില്ല. അവിടെ ഫീലിംഗിനായിട്ട് ഒരു എലമെന്റ് അവിടെ കാണുന്നില്ല. അപ്പം ഐ വോക്ക് അപ്പ് അറ്റ് 6 എന്ന് പറയുമ്പോൾ ഒരു ഫാക്റ്റ് ആണ്. കണ്ടോ? അപ്പൊ ഫീലിംഗ് ഇല്ലാത്ത, ജഡ്ജ്മെന്റ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് ഫാക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പം ഐ വോക്ക് അപ്പ് അറ്റ് 6 എന്ന് പറയുമ്പോൾ ഫാക്റ്റ് ആണ്. ക്ലിയർ ആണോ? അവിടെ ഫീലിംഗ് ഒന്നും ഇല്ല, റൈറ്റ്? അപ്പൊ നമ്മൾ അറ്റോപ്പ് സെന്റൻസുകൾ മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റോപ്പ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഐ ആം ഹാപ്പി ടു സേ ദാറ്റ് ഐ വോക്ക് അപ്പ് അറ്റ് 6 AM എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഫീലിംഗ് വന്നു. എന്താ ഫീലിംഗ്? ഹാപ്പി എന്ന ഫീലിംഗ് വന്നു. അപ്പൊ അതെന്തായി? ആറ്റിറ്റ്യൂഡായി. ഫീലിംഗ് വന്ന നമുക്ക് തീർച്ചയായിട്ടും ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ? എനിക്ക് സന്തോഷമായി. ഐ ആം ഹാപ്പി ടു സേ ദാറ്റ് ഐ വോക്ക് അപ്പ് അറ്റ് 6 AM. കണ്ടോ? നേരത്തെ ആ ഫാക്ച്വൽ ആയിട്ടുള്ള സെന്റൻസിനെ ഒരു ആറ്റിറ്റ്യൂഡ് സെന്റൻസ് ആയ സമയത്ത് കണ്ടോ നിങ്ങളൊരു ഫീലിംഗ് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് മീൻസ് ഫീലിംഗ് അല്ലെ, ഇമോഷൻ. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കി നിങ്ങൾ. ഐ വോക്ക് അപ്പ് അറ്റ് 6 AM ആൻഡ് ഐ ഗോട്ട് ഇനഫ് ടൈം ടു സ്റ്റഡി OET ത്രൂ ജിനൂസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഞാൻ 6 മണിക്ക് എണീച്ച് മാത്രമല്ല, എനിക്ക് ഇനഫ് ടൈം കിട്ടി. എന്തിന്? OET ജിനൂസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് പഠിക്കാൻ എനിക്ക് സമയവും കിട്ടി. അവിടെ ജഡ്ജ്മെന്റ് വന്നു. ബിക്കോസ് അവിടെ കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റ് ആണ്. കാരണം അവിടെ എന്തൊക്കെയാണ് ജഡ്ജ്മെന്റ് വന്നത്? എനിക്ക് ടൈം കിട്ടി എന്നുള്ള ജഡ്ജ്മെന്റ് വന്നു. മാത്രമല്ല ഞാൻ ജിനൂസ് അക്കാഡമിയാണ് ചൂസ് ചെയ്തത് OET പഠിക്കാൻ. അപ്പോൾ അവിടെ ഒരു നിലപാടാണ് അവിടെ. കണ്ടോ? ഇപ്പൊ ജഡ്ജ്മെന്റ് ആയതുകൊണ്ടോ ഒപ്പീനിയൻ വന്ന സമയത്ത്. അപ്പോൾ ഇതാണ് 3 സ്റ്റേറ്റ്മെന്റിലുള്ള നമുക്ക് ഇൻഫറിങ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇൻഫറിങ് എന്നുള്ള ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ 3 സെന്റൻസിനെയും ഞാൻ എന്ത് ചെയ്തു? പരിശോധിച്ച സമയത്ത് ഒരു സെന്റൻസ് ഫാക്റ്റ് എന്ന് മനസ്സിലായി, അടുത്ത സെന്റൻസ് ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലായി, മൂന്നാമത്തെ സെന്റൻസ് ഒപ്പീനിയൻ എന്ന് മനസ്സിലായി. ഈ ഒരു കഴിവാണ് നമുക്ക് അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് റീഡിങ്ങിന്റെ പാർട്ട് സിയിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ മതി കേട്ടോ. രണ്ടും കൂടെ സെപ്പറേറ്റ് ആക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും എന്താണെന്ന് മനസ്സിലാക്കണം, ഫാക്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് നമുക്ക് റീഡിങ്ങിൻ്റെ പാർട്സിലെ മെറ്റീരിയൽ വെച്ചിട്ട് പറയാൻ വേണ്ടി പോവുകയാണ്. അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാം. അപ്പം ഇനി നിങ്ങൾ അറ്റോപ്പ് എന്ന് പഠിച്ചാൽ മതി. ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും കൂടെ ഒരുമിച്ച് പഠിക്കുക. അപ്പം അറ്റോപ്പ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഫീലിംഗ് വരാം, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വരാം. അപ്പം ജഡ്ജ്മെന്റോ ഫീലിംഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റോപ്പ് എന്ന് മനസ്സിലാക്കാം. അല്ലാത്തത് നമുക്ക് ഫാക്റ്റ് ആയിട്ട് എടുക്കാം. അല്ലാത്ത കേസിന് നമുക്ക് ഫാക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുക. ഞാൻ റീഡിങ്ങിൻ്റെ പാർട്ട് സിയിലെ നമുക്ക് പാരഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അനലൈസ് ചെയ്യാം. അപ്പം നമ്മളിത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ ഓരോരോ സെൻറ്റൻസിൽ അറ്റോപ്പ് ഏതാണ്, ഫാക്റ്റ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. അറ്റോപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാനും ഫാക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അത് ഇൻഫറിംഗ് ഉള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഫറിംഗ് എന്താണ്? ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷൻ. അപ്പം ആ ലോജിക്ക് കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ വായിക്കുന്നു, നോക്കിക്കോളൂ. അപ്പോൾ അറ്റോപ്പ് ആണോ ഫാക്റ്റ് ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ അറ്റോപ്പ് എന്ന് കമ്പൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മതി. മറ്റേത് സെപ്പറേറ്റ് ചെയ്യേണ്ട. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആണ്, ഒപ്പീനിയന് ജഡ്ജ്മെന്റ് ആണ്. അത് രണ്ടും കൂടെ അറ്റോപ്പ് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ബാക്കിയെല്ലാം ഫാക്റ്റ്. ഓക്കെ, സോ ഫാക്റ്റിൽ ഫീലിംഗ് ഉണ്ടാവത്തില്ല കേട്ടോ. ഫാക്ച്വൽ ആയിരിക്കും, അത് ഒരു വസ്തുതാപരമായ കാര്യമായിരിക്കും. സംതിങ് നോൺ ടു ബി ട്രൂ ആയിരിക്കും. അവിടെ നമ്മൾ സത്യമായ കാര്യങ്ങളാണ് ഫാക്റ്റായിട്ട് വരിക കേട്ടോ. അവിടെ നമുക്ക് സംശയത്തിനൊന്നും വകയില്ല. സത്യമായ കാര്യങ്ങൾ, തെളിവുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാക്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കോളൂ. As chairman of the Department of Neurology and Neurological Sciences at Stanford University School of Medicine, Dr. Frank
ലോങ്കോ നോസ് ഹൗ ഡിസ്ട്രക്റ്റീവ് അൽഷൈമേഴ്സ് ക്യാൻ ബി. ഓക്കെ, സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അറ്റോപ്പ് ആണോ ഫാക്റ്റ് ആണോ, അതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ, അത് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ഫ്രാങ്ക് ലോങ്കോ നോസ് ഹൗ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ ലോങ്ങോയ്ക്ക് അറിയാം, അപ്പോൾ അതൊരു അറ്റോപ്പാണ്. പുള്ളിക്ക് അറിയാം, പുള്ളിനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പുള്ളിക്ക് അറിയുന്ന ഒരു കാര്യമാണ്, പുള്ളിക്കറിയാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ഒരു നിലപാടാണ്, പുള്ളിയുടെ ജഡ്ജ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കത് അറ്റോപ്പ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ലൈക്ക് എടുക്കാം. പുള്ളിയുടെ ഒരു നിലപാടാണ്. ഡോക്ടർ ഫ്രാങ്കോ ലോങ്കോ നോസ് ഹൗ ഡിസ്ട്രക്റ്റീവ് അൽഷൈമേഴ്സ് ക്യാൻ ബി, പുള്ളിയുടെ നിലപാടാണത്. ഉണ്ടോ? അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ സെൻറ്റൻസ് അറ്റോപ്പായിട്ട് എടുക്കാം. അപ്പോൾ പുള്ളിയുടെ നിലപാട് എന്താണ്? ചെയർമാൻ ആയതുകൊണ്ട് അല്ലേ, ആ ചെയർമാൻ, അവിടെ കൃത്യമായിട്ട് അവിടെ ആ ചെയർമാൻ എന്ന് മനസ്സിലാക്കണം. ചെയർമാൻ ആയതുകൊണ്ട് പുള്ളിക്ക് അറിയാം എത്രത്തോളം എന്തിൻ്റെ ചെയർമാനാണത്, ലൈക്ക് ന്യൂറോളജിക്കൽ സയൻസിൻ്റെ ചെയർമാനാണ്. അപ്പോൾ പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ട് പുള്ളിക്കാരന് അറിയാം അല്ലേ, അതായത് എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആണ് അൽഷൈമേഴ്സ് ക്യാൻ ബി എന്ന്. ഉണ്ടോ? പുള്ളിയുടെ ഒരു അറ്റോപ്പാണത്, ഇൻ ദ സെൻസ് ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയനാണ്. പുള്ളിക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, ഹീസ് ഇൻ കൺട്രോൾ. സെക്കൻഡ് സെൻറ്റൻസ് നോക്കാം നമുക്ക്. ദ ഡിസീസ് വാസ് ഡിസ്കവേർഡ് ഇൻ 1906 ബട്ട് despite more than a century of research, including the testing of over 200 new drugs in the past 2 decades, there are still no real treatments. Full stop. സെക്കൻഡ് സെൻറ്റൻസ് എന്താണ്? ഒന്നും പറയാനില്ല, അത് ഫാക്റ്റാണ്. കാരണം 1906 1906 ഇത് ഡിസ്കവേർഡ് ചെയ്തു. അതിലൂടെ അവിടെ ഒന്നും ഇമോഷണൽ ഇല്ല, അതൊരു ഫാക്റ്റായി പറയുന്നു കേട്ടോ, ഫാക്ച്വൽ ആണത്. എന്നിട്ട് പിന്നെ പറയാണ്, ബട്ട് ഡിസ്പൈറ്റ് മോർ ദാൻ എ സെഞ്ചുറി ഓഫ് റിസർച്ച് ഇൻക്ലൂഡിംഗ് ദ ടെസ്റ്റിംഗ് ഓഫ് ഓവർ 200 ന്യൂ ഡ്രഗ്സ് ഇൻ ദ പാസ്റ്റ് 2 decades, ദർ ആർ സ്റ്റിൽ നോ റിയൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാന്ന്. കാരണം അവിടെ കൃത്യമായിട്ട് 200 ന്യൂ ഡ്രഗ്സ് ഒക്കെ പരീക്ഷിച്ചു അല്ലേ, പാസ്റ്റ് 2 decades, 20 കൊല്ലമായിട്ട്. എന്നിട്ട് എന്തില്ല, അതൊക്കെ ഫാക്റ്റാണ് കേട്ടോ. ഒരു റിയൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തില്ല ഈ അൽഷൈമേഴ്സിന് ഇല്ല എന്ന്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അവിടെ നമുക്ക് അറ്റോപ്പില്ല, അവിടെ ആറ്റിറ്റ്യൂഡോ ഒപ്പീനിയോ വരുന്നില്ല, അത് ഫാക്ച്വലാണ്. ആ ഫാക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ അല്ലേ മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ദർ ആർ സ്റ്റിൽ നോ റിയൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്, കേട്ടോ, അതൊരു ഫാക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനി മൂന്നാമത്തെ സെൻസിൽ നോക്കാം അല്ലേ. As Longo says, we have cured Alzheimer's in mice many times. Why can't we move that success to people? കേട്ടോ. സോ നമുക്ക് ഈ മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ലൈക്ക് തേർഡ് സെൻറ്റൻസിൻ്റെ ഹാഫ് ഫാക്റ്റും അതിനുശേഷം പിന്നെ അറ്റോപ്പുമാണ്. അതായത് വി ഹാവ് ക്യൂർഡ് അൽഷൈമേഴ്സ് ഇൻ മൈസ് മെനി ടൈംസ്, അത് ഫാക്ച്വൽ ആണ്. കാരണം ക്യൂർ ചെയ്തു, വി ഹാവ് ക്യൂർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു വസ്തുതയാണ് അവിടെ ഫാക്റ്റ്. അപ്പോൾ ആ ഭാഗം കോമ വരെ നമുക്ക് എന്തെടുക്കാം, ഫാക്റ്റാണ് എടുക്കാം. അതിനുശേഷമോ വൈ ക്യാൻ വി മൂവ് ദാറ്റ് സക്സസ് ടു പീപ്പിൾ, അത് അറ്റോപ്പാണ്. കാരണം അത് പുള്ളിയുടെ അഭിപ്രായമാണ്. കാരണം എന്താ പുള്ളി പറയുന്നത്, എന്തുകൊണ്ട് നമുക്ക് ആ സക്സസ് പീപ്പിളിലേക്ക് കൊണ്ടുവരാം. അപ്പം മൈസിലാണ് ഇതുവരെ എന്ത് ചെയ്തത്, ആ ക്യൂർ ചെയ്തത്. അപ്പം അത് എന്തുകൊണ്ട് ആ ലൈക്ക് പുള്ളിയുടെ നിലപാട്, ഇപ്പോൾ വിഹാവ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചെയർമാൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജിയാണ്. അപ്പം ആ പുള്ളിയുടെ ലൈക്ക് മൊത്തത്തെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈ ക്യാൻ വി മൂവ് ദാറ്റ് സക്സസ് ടു പീപ്പിളിലേക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈ ക്യാൻ വി മൂവ്, പുള്ളി ചോദ്യം ചോദിക്കുവാണ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വൈ ക്യാൻ വി മൂവ് ദാറ്റ് സക്സസ് ടു പീപ്പിൾ എന്നുള്ളത് നമുക്ക് ഫാക്റ്റ് അല്ല. ഒരിക്കലും ഡൗട്ടുള്ള സെൻറ്റൻസിൽ ചോദ്യമാർക്ക് വരുന്ന സമയത്തൊന്നും നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് അത് ഫാക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, അത് അറ്റോപ്പായിരിക്കും. ഫാക്റ്റ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ട്രൂ ആയിരിക്കും, അവിടെ സംശയത്തിന് വകയില്ല, ഓൾറെഡി കൺക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ അറ്റോപ്പിൻ്റെ കേസിൽ അങ്ങനെയല്ല. അറ്റോപ്പിൻ്റെ കേസിൽ നമുക്ക് വേരിയബിൾ ആണ്, ഓരോരുത്തരുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ്, ഇത് പുള്ളിയുടെ അഭിപ്രായം, എന്തുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ളത് പുള്ളിയുടെ അഭിപ്രായമാണ്. അത് എന്താണ്, അത് അറ്റോപ്പാണ് ആ ഭാഗം. ആദ്യത്തെ ഭാഗം എന്താണ്, വി ഹാവ് ക്യൂർഡ് അൽഷൈമേഴ്സ് ഇൻ മൈസ് മെനി ടൈംസ്, അതൊരു ഫാക്റ്റാണ്. ക്ലിയർ. അടുത്ത ഫോർത്ത് സെൻറ്റൻസിൽ നോക്കാം അല്ലേ. ഹി ഈസ് റെഫറിങ് ടു ന്യൂമറസ് പ്രോമിസിംഗ് കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് എലിമിനേറ്റഡ് ദ amyloid plaques associated with the Alzheimer's in animals. അതെന്താണ് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് ഞാൻ സമയത്ത് ആലോചിച്ച് നോക്ക്. ഈ 4ാം സെൻറ്റൻസ് ഫാക്റ്റ് ആണോ അറ്റോപ്പാണോ? ഞാൻ 2 ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഒന്നെങ്കിൽ ഫാക്റ്റ് അല്ലെങ്കിൽ അറ്റോപ്പ്. എന്താണ് ഇത്? ഫാക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ന്യൂമറസ് പ്രോമിസിംഗ് കോമ്പൗണ്ട്സ് ഹാവ് എലിമിനേറ്റഡ് അല്ലേ. അതായത് ഹീസ് റെഫറിങ് ടു ന്യൂമറസ് പ്രോമിസിംഗ് കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് എലിമിനേറ്റഡ് ദ അമലോയ്ഡ് പ്ലേക്സ് അസോസിയേറ്റഡ് വിത്ത് അൽഷൈമേഴ്സ് ഇൻ അനിമൽസിൽ ഉള്ള അൽഷൈമേഴ്സിലുള്ള ഇത് ലൈക്ക് പ്ലേക്സിലെ അമലോയ്ഡ് പ്ലേക്സ് ഈ അൽഷൈമേഴ്സിലുള്ള അതും അനിമൽസിലുള്ളത് അത് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഹാവ് എലിമിനേറ്റഡ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഫാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഫാക്ച്വലാണ്, അവിടെ കഴിഞ്ഞു. അടുത്തത്, however, if ongoing trials continue to go the way he hopes,
ഹിസ് ന്യൂ ഡ്രഗ് കോൾഡ് LM11A31 could be a critical part of finally making that happen. അവസാനത്തെ എന്തായിരിക്കും? അവസാന സെൻറ്റൻസ്, അഞ്ചാമത്തെ സെൻറ്റൻസ്, അത് അറ്റോപ്പാണ്. കാരണം അവിടെയൊക്കെ നമുക്ക് സംശയത്തിൻ്റെ ഭാഗം, അവിടെ കുഡൊക്കെ വരുമ്പോൾ സംശയമാണ്. സംശയം വന്നാൽ അത് ഒരിക്കലും ഫാക്റ്റ് അല്ല, അത് ഒപ്പീനിയനായിട്ട് അറ്റോപ്പായിട്ട് എടുക്കാം നമുക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവിടെ മാത്രമല്ല, അവിടെ ഇഫ് ഒരു ന്യൂട്രൽ ഓപ്ഷനും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ന്യൂട്രൽ ഒപ്പീനിയൻ, അതായത് ഇഫ് ഓൺഗോയിങ് ട്രയൽസ് കണ്ടിന്യൂ ടു ഗോ ദ വേ ഹി ഹോപ്സ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ, അങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ട്രയൽ പുള്ളി ഉദ്ദേശിക്കുന്ന പോലെ ട്രയലുകൾക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ പുള്ളിയുടെ ഡ്രഗ്, ഹിസ് ന്യൂ ഡ്രഗ്, ആ ഡ്രഗിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും കുഡ് ബി എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ഫൈനലി മേക്കിംഗ് ദാറ്റ് ഹാപ്പൻ. അപ്പോൾ അതൊരു നിർണായക നാഴികക്കല്ലായിരിക്കുന്നൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ആയിരിക്കാം എന്ന് പറയാൻ കാര്യം ഫുഡ് വന്നുകൊണ്ടാണ്. ഫുഡൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ടുള്ള സിറ്റുവേഷനിലൊക്കെയാണ് ഫുഡൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉറപ്പുള്ള സിറ്റുവേഷനിൽ വിൽ ബി ഒക്കെ പറയായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് അത് അറ്റോപ്പാണ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ വായിച്ച സമയത്ത് നിങ്ങൾക്ക് അറ്റോപ്പ് സെൻറ്റൻസ് കാണിച്ചു തന്നു, ഞാൻ ഫാക്റ്റ് കാണിച്ചു തന്നു ഉണ്ടോ. അപ്പോൾ ചില സമയത്ത് ഒരു സെൻറ്റൻസിൻ്റെ പകുതി അറ്റോപ്പ് ആയിരിക്കും, പകുതി ഫാക്റ്റ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നടന്ന കാര്യം, അതിൽ ഇമോഷൻസ് ഉണ്ടാവത്തില്ല, അത് നമുക്ക് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് ട്രൂ ആയിരിക്കും. അവിടെ നമുക്ക് സംശയത്തിനൊന്നും വകയില്ല. ഫാക്റ്റ് എങ്ങനെയാണ്? ഫാക്ച്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അതൊക്കെ ഫാക്ച്വലാണ്. അതേസമയം നമ്മൾ അറ്റോപ്പ്, അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ആണ്. ഡൗട്ട്സ് ആണെങ്കിൽ അതൊക്കെ ഒപ്പീനിയൻ ആണ്, അതൊക്കെ അറ്റോപ്പാണ്. ഫീലിങ്സ് ഒക്കെ പറയുമ്പോൾ ഒക്കെ അറ്റോപ്പാണ് ഉണ്ടോ. ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പം ഈ അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. അതായത് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പാരഗ്രാഫിൽ നിങ്ങൾക്ക് അറ്റോപ്പിൻ്റെ കാര്യം മനസ്സിലായി. ഇനി നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അറ്റോപ്പ് ക്വസ്റ്റ്യൻസ്, എന്താണ് ഈ അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ കുറച്ച് വേർഡ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് ക്വസ്റ്റ്യനിലായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ വരുവാണെങ്കിൽ അതെന്തായിരിക്കും? അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുക. അപ്പം റൈറ്റർ ഫീൽസ്, റൈറ്റർ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതും ആയിക്കോട്ടെ, ഫീൽസ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, സ്റ്റാൻഡ്, വ്യൂ പോയിന്റ്, തിങ്സ്, ഡൗട്ട്സ്, പോയിന്റ് ഓഫ് വ്യൂ, പെർസ്പെക്റ്റീവ്, ബിലീവ്, തോട്ട്, പിന്നെ വേണമെങ്കിൽ പൊസിഷൻ. അപ്പം ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കത് അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം, നമുക്ക് ഒരു അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ഡോക്ടർ ലോങ്ങോ ഫീൽസ്. ഉണ്ടോ? ഫീലിങ്സ്, ഇമോഷൻസ്. അറ്റോപ്പ് എന്താണ്? ഫീലിങ്സ് ആൻഡ് ജഡ്ജ്മെന്റ്. ഉണ്ടോ? ഫീൽസ്. അപ്പം അറ്റോപ്പാന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരാം. അപ്പം ഞാൻ കൃത്യമായിട്ട് അവിടെ ഫാക്റ്റും അതുപോലെ തന്നെ ലൈക്ക് അറ്റോപ്പും നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് സ്ക്രീനിലേക്ക് ഞാൻ കാണിച്ചു തരാം. പാരഗ്രാഫും സ്ക്രീനിൽ കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് സമയം, ആലോചിക്കാൻ സമയം തരാം. 2 മിനിറ്റ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം നമുക്ക് സുഖമായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ ചെയ്തിട്ട് ഞാൻ ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷനെ നോക്കാം. അപ്പം ഈ അറ്റോപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ ഇമോഷണലിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 4 ഓപ്ഷനിൽ കണ്ടോ. ഒന്ന് അനോയിഡ്, ദേഷ്യം പിടിക്കുക അല്ലേ, കൺസേൺഡ്, ആകുലപ്പെടുക, സർപ്രൈസ് ആണെന്ന് വെച്ചാൽ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളത്, സർപ്രൈസ് ആയി അല്ലേ, എന്ന് പറയത്തില്ല, എക്സ്പെക്ട് ചെയ്യാത്ത സംതിങ്. പിന്നെ ഫ്രസ്ട്രേറ്റഡ്, നിരാശ. അപ്പം നമുക്ക് നോക്കാം, ദേഷ്യപ്പെടലാണോ, അതേപോലെ തന്നെ വിഷമമാണോ, അതോ സർപ്രൈസ് ആണോ, അതോ വളരെ നിരാശയാണോ അല്ലേ, നിരാശ, ഫ്രസ്ട്രേറ്റഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒന്ന് നോക്കാം എന്താണ് ഇത്. അപ്പം ആ ഒരു ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചില സ്റ്റുഡൻസ് പറയാറുണ്ട് അങ്ങനെ നമുക്ക് ആദ്യത്തെ ഭാഗം മാത്രം നോക്കിയിട്ട് ആൻസർ കുത്താൻ പറ്റും. ഇല്ല, OET എക്സാംസ് ഒക്കെ നല്ല ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ആദ്യത്തെ ഇമോഷൻ, ആദ്യത്തെ 4 വേർഡ്സ് മാത്രം നോക്കുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം വേർഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റേതെല്ലാം നോക്കണം, സെൻറ്റൻസ് ഫുള്ള് വായിക്കണം. നമുക്ക് ഇതും എലിമിനേഷൻ ചെയ്യുമ്പോൾ കൺഫർമേഷൻ ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, annoyed that certain Alzheimer's treatments are not approved for human use. Option B, concerned that the Alzheimer's drug LM11A31 may prove ineffective. Option C, surprised that so little is still known about what causes Alzheimer's. Option D, frustrated by the lack of progress towards treating Alzheimer's. ഇതിൽ സുഖമായിട്ട് നമുക്ക് ബി കട്ട് ചെയ്യാം. കാരണം പുള്ളി ആക്ച്വലി ഇത്, അല്ലെങ്കിൽ നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, പുള്ളി വളരെ പോസിറ്റീവിലാണ്. അതായത് ഇൻഎഫക്റ്റീവ് ആവുന്നില്ല, എഫക്റ്റീവ് തന്നെ പിന്നെയുണ്ട്. അപ്പോൾ ബി എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. എന്തായാലും ഡോക്ടർ ലോങ്ങോ ഹീ ഈസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ അതാണ് നമുക്ക് ആ അറ്റോപ്പ്, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഈ അറ്റോപ്പ് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാളുടെ നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളി പോസിറ്റീവായിട്ട് സംസാരിച്ചു. പുള്ളിയുടെ ഡ്രഗിനെ കുറിച്ച് പുള്ളി ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ, മൃഗങ്ങളിൽ ഇത് സക്സസ് ആണെങ്കിൽ നമുക്ക് മനുഷ്യരിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയിക്കൂടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും ഹീസ് വെരി കോൺഫിഡൻറ്റ്. അപ്പം അത് പോയി, ബി സിമ്പിളായിരുന്നു എലിമിനേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ സിയിലേക്ക് നോക്കിക്കേ. സർപ്രൈസ് ദാറ്റ് സോ ലിറ്റിൽ ഈസ് സ്റ്റിൽ നോൺ അബൌട്ട് വാട്ട് കോസസ് അൾഷൈമേഴ്സ്. കോസുമായിട്ടൊന്നും അവിടെ പറയുന്നൊന്നുമില്ല, നോട്ട് മെൻഷൻഡ്. വാട്ട് കോസസ് അൾഷൈമേഴ്സ്, അത് ആ കോസും കാര്യങ്ങളൊന്നും അല്ല, അവിടെ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പിന്നെയും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സിയും പോയി. അതുകൊണ്ട് ബിയും സിയും നമുക്ക് സുഖമായി കട്ടി. കാരണം ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത് തന്നെ. അവിടെ പോയിന്റ് ഓഫ് ടോപ്പ്, അവിടെ സബ്ജക്റ്റ് തന്നെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് നോ പോയിന്റ് ഓഫ് സി. അതായത് സർപ്രൈസ്ഡും, നമുക്ക് സർപ്രൈസ് എന്നുള്ള വേർഡ് കുറച്ച് നമുക്ക് ട്രിക്കിയാണ്. പക്ഷേ അവിടെ ആ ഒരു കോസസ് എന്ന് ഒന്നോടുകൂടി തീർന്നു, അത് പോയി കണ്ടാ. അപ്പോൾ ബിയും സി സുഖമായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റി കാണും അല്ലെ ഒരു പരിധി വരെ. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാവുക എയും ഡിയും ആയിരിക്കും. ഒന്ന് സൂക്ഷിച്ച് വായിച്ച് നോക്കൂ, എ ആണോ ഡി ആണോ എന്ന്. അനോഡ് ദാറ്റ് certain Alzheimer's treatments are not approved for human use ആണോ, അതോ ഫ്രസ്ട്രേറ്റഡ് ബൈ ദ ലാക്ക് ഓഫ് പ്രോഗ്രസ് ടുവാർഡ് ട്രീറ്റിംഗ് അൾഷൈമേഴ്സ് ആണോ? ഡി ഈസ് ദ ആൻസർ, നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം ഹീസ് ഇൻ ഫ്രസ്ട്രേഷൻ. കാരണം പുള്ളി അതിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ തെളിവാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടോ, അതായത് വി ഹാവ് ക്യൂർഡ്, പുള്ളിയുടെ അഭിപ്രായം കണ്ടോ നിങ്ങൾ, ആസ് ലോങ് ഓഫ് സേസ് കണ്ടോ, എന്താണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, എന്താണ് പുള്ളിയുടെ അറ്റോപ്പ് എന്താണ്, വി ഹാവ് ക്യൂർഡ് അൾഷൈമേഴ്സ് ഇൻ മൈസ് മെനി ടൈംസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരുപാട് നാളുകളെ നമ്മൾ ഇത് ചെയ്തു എലികളിൽ. വൈ ക്യാൻ വി മൂവ് ദാറ്റ് സക്സസ് ടു പീപ്പിൾ? എന്തുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുകൂടാ? കാരണം നിങ്ങൾ ആ മേളത്തെ സെൻറ്റൻസും കൂടെ ഫാക്റ്റും കൂടെ നിങ്ങൾ നോക്കണം. അവിടെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. over 200 ന്യൂ ഡ്രഗ്സ് ഇതാക്കി ഒന്നും അത്ര എഫക്റ്റീവ് അല്ല. ദർ ആർ സ്റ്റിൽ നോട്ട് റിയൽ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ പുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഒരു ചെയർമാൻ ആണല്ലോ, ആ ചെയർമാൻ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അൾഷൈമേഴ്സ് മൈസിൽ ഒരുപാട് ടൈമിൽ സക്സസ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടും മനസ്സിലേക്ക് കൊണ്ടുപോകും. കാരണം സംതിങ്. അപ്പം അതുകൊണ്ടാണ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്. ഫ്രസ്ട്രേഷനാണ് നമുക്ക് ലാക്ക് ഓഫ് പ്രോഗ്രസ് ടുവാർഡ്സ് ട്രീറ്റിംഗ് അൾഷൈമേഴ്സ്. ഓപ്ഷൻ എ, അനോയ്ഡ് എന്നുള്ള വേർഡ് ചെറിയായിട്ട് നമുക്ക് ഡൗട്ട് വരാം. പക്ഷേ നിങ്ങൾ അത് അടുത്ത സെൻറ്റൻസ് വായിച്ചേ, ദാറ്റ് certain Alzheimer's treatments are not approved for human use. അത് നമുക്ക് ആ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് 200 ഇതിൽ സ്റ്റിൽ നോ യൂസ് എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. ഫാക്റ്റിലാണ് അതുള്ളത്, ഫാക്റ്റിലാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഫാക്റ്റിലല്ല, നമ്മുടെ ഫീലിംഗ് ആണ്. ഉണ്ടോ? സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ രീതി ചിന്തിച്ച് നോക്കി. നിങ്ങൾ ആ 200 ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഫാക്റ്റ് അല്ലേ, ഞാൻ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഫീലിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫീലിംഗ് വന്നേക്കുന്നത് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്, അതല്ല പുള്ളിക്ക് ഫീലിംഗ്, ഇമോഷനിലേക്ക് കയറി വന്നത്. അല്ലാതെ ആ ഫാക്റ്റിലുള്ള ഡിസപ്രൂവ്മെൻ്റ് അല്ല. ആ ഫാക്റ്റിനേക്കാളും നമ്മുടെ ചോദ്യം അറ്റോപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ അല്ല, അറ്റോപ്പാണ്. കണ്ടോ? അപ്പം നമുക്ക് സുഖമായിട്ട് അറ്റോപ്പ് വെച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ആ എയും കൂടെ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അതൊരു ഫാക്റ്റ് ആയതുകൊണ്ട്. Something like that. So that means the option D is the answer.
അപ്പോൾ നിങ്ങൾക്ക് അറ്റോപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്നും കൂടെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. കാരണം ഞാൻ ആദ്യം എല്ലാത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടാണ് ക്ലാസ് എടുത്തത്. അത് മനസ്സിലായാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. സോ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ അറ്റോപ്പും ഫാക്റ്റ് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിലും അറ്റോപ്പ് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ് വരാൻ പറ്റും. എലിമിനേഷനിലൂടെ നിങ്ങൾക്ക് ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ താങ്ക് യു ഓൾ. ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് തുടർന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റുകളെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് എല്ലാം ജിനൂസ് അക്കാഡമി പരിഹരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളുടെ OET പഠനത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും എൻ്റെ ടീമും ഉണ്ടായിരിക്കും. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് സെഷൻ വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.